പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മൂവി, നല്ല ആക്ഷൻ, വയലൻസ്, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. നല്ല മൂവി കേട്ടോ, സൂപ്പർ. അങ്ങനെയുണ്ട് എഴുത്ത് ടോട്ടലി മുരളികയുടെ എഴുത്തൊക്കെ. അയ്യോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല മൂവി, കണ്ടിരിക്കാം. നമുക്ക് 2.5 മണിക്കൂറോളം കണ്ടിരിക്കാൻ പറ്റിയത്. നമ്മുടെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ആയിട്ടെന്തൊക്കെ പറഞ്ഞുണ്ട്? അങ്ങനെയില്ല, എന്നാലും റിലേറ്റഡ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല മൂവി കേട്ടോ, സൂപ്പർ. നമുക്ക് നല്ലൊരു എഴുത്ത് കാണാറുണ്ട്. അതെ, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. മുരളിഗോപിയുടെ സിനിമകളുടെ നല്ല സ്ക്രിപ്റ്റിനൊക്കെ ഒരു ഡെപ്ത്, ഡയലോഗിനൊക്കെ ഒരു പഞ്ച്. അതെ, ഉണ്ട് തീർച്ചയായിട്ടും. ആ ഒരു മൂമെന്റ് ഒക്കെ കിട്ടി. കിട്ടി തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻസ്? ഒരു വെറൈറ്റി ആണ് കേട്ടോ, നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആര്യയുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, എല്ലാം ഓൾമോസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമക്ക് വേണ്ടിയിട്ട്. അത്രയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആർട്ടിൻ്റെ ആളുകളാണ്. അവർ ഇട്ടേക്കുന്ന സെറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ടോട്ടലി പടം ഗംഭീര പടമാണ്. അതുപോലെ ആര്യ മലയാളത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആര്യ വന്നതൊന്നും അങ്ങനെ നന്നായിട്ടുണ്ട്, പടത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം തമിഴ് ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തേക്കണം, അതുകൊണ്ട് ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് മൊത്തത്തിൽ. ടെക്നിക്കൽ സൈഡ്, കോസ്റ്റ്യൂം, സിനിമോട്ടോഗ്രാഫി, ആർട്ട് ഡയറക്ഷൻ, ഇതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി എല്ലാ നടീനടന്മാരെ സ്വാഭാവികമായിട്ടുള്ള പോലെയൊക്കെ തന്നെ ഉണ്ട്, അതായത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷേ ഇന്ദ്രൻസ് ചേട്ടനാണ് പടത്തിൽ ഒരു വേറെ ലെവലിൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു. നല്ല ക്യാരക്ടർമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സൊക്കെ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഇന്ദ്രൻസ് ആര്യ ഇടുക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആര്യ ക്യാരക്ടർമാരെല്ലാം അടിപൊളിയാണ്. പിന്നെ മുരളിഗോപിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ തന്നെയാണ് പടം പോകുന്നുണ്ട്. നമ്മുടെ ഒരു എംബ്രാനൊക്കെ ചെയ്ത പോലൊക്കെ തന്നെയാണ് ആ ഒരു സ്റ്റൈലൊക്കെ പോകുന്നത്. ഏതായാലും ക്യാരക്ടർമാരെല്ലാം, അതായത് ഇന്ദ്രൻസ് ചേട്ടന്, ആര്യ തകർക്കാനുള്ളതല്ല തകർത്ത് വരും. വിജയരാഘവനൊക്കെ കിട്ടിക്കിട്ടുണ്ട് പടത്തിൽ. എല്ലാവരും നല്ല ക്യാരക്ടർ ബേസിലല്ല പടം. പക്ഷേ പറഞ്ഞ പോലെ തന്നെ എംബ്രാൻ്റെ ഒരു സ്റ്റൈൽ മൂഡിലാണ് പടം മുന്നോട്ട് പോകുന്നത്. അവസാനത്തെ ക്ലൈമാക്സും ഒക്കെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ക്ലൈമാക്സ് ഒക്കെ തീർത്തിരിക്കുന്നത്. ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പടം പക്ക മാസ് പടം. ആര്യ സൂപ്പർ മാസ് കാണിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ആര്യ തകർത്തൊരു ഇൻ്റർവെൽസിനൊക്കെ ആര്യം പക്ക ലെവലിലാണ്. ആ ഒരു റിവീൽ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ആരാന്നൊക്കെ റിവീൽ ചെയ്യുന്ന കിടുക്കനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മേക്കിംഗ് ആണ് കേട്ടോ, കുഴപ്പമില്ല പടം. ഓക്കെ. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. നമ്മുടെ മുരളീധരൻ്റെ കഥയിൽ അങ്ങനൊരു കോംബോ. ആര്യയ്ക്ക് നന്നായിട്ട് പെർഫോമൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആര്യയുടെ ഒരു മലയാളത്തിലെ ആദ്യത്തെ പടം നല്ലൊരു പടമായി. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ദ്രൻസേട്ടൻ്റെ തൊഴുകണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ചെയ്ത 3 പടങ്ങളിൽ ഇതൊരു വെറൈറ്റി സാധനമാണ്. എന്നുവെച്ചാൽ മൂപ്പർക്ക് ഇങ്ങനത്തെ നല്ല നല്ല ഓരോ സീന് കൊടുക്കണം. നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇതാണ്. ആര്യയുടെ കൂടെ ഉള്ളതും പിന്നെ മുരളിയേട്ടൻ്റെ കൂടെ ഉള്ളതും എല്ലാം അടിപൊളിയുണ്ട്. ഒരു അടിപൊളി പൊളിറ്റിക്കൽ ത്രില്ലറാണ്. നമ്മുടെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ആ സെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷെ ഒന്നായിട്ട് കമ്പയർ ചെയ്യാണ്ട് അതൊരു വേറെ സാധനം. ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങനെ ഇതില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇങ്ങോട്ട് ഭയങ്കര സംഭവമായി പോയി. ഫൈറ്റാണെങ്കിൽ ഫൈറ്റും എല്ലാം മേക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പടം. നല്ല മേക്ക് ഓവറാണ്, അടിപൊളിയായിട്ട്.